ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട കണക്ക് ഞാൻ എല്ലാം ക്ഷമിക്കും, പക്ഷെ ഒന്നും മറക്കത്തില്ല. അത്രേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ അടുത്തെല്ലാം ഞാൻ ഓക്കെ, എനിക്ക് അവരുടെ അടുത്ത് പ്രശ്നം, എൻ്റെ വഴി വരരുത്, നിങ്ങളെ വഴിക്ക് നിങ്ങളെ വഴിക്ക് വയ്ക്കോ, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും നമുക്ക് രണ്ടുപേർക്കും അറിയാം, അത്രേ ഉള്ളൂ. അതിൽ ഇങ്ങോട്ടിട്ട് കിട്ടി, ഇങ്ങോട്ടിട്ട് തന്നു, അങ്ങോട്ടിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങളിനി അത് എൻ്റെ അടുത്ത് ഇനി ക്ഷമിച്ച് ഇവരൊന്നും ക്ഷമിച്ചൊന്നും വരാനൊന്നും പോകണില്ല. നാളെ ഇന്ന് പറയുന്ന കാര്യം നാളെ മാറ്റി പറയുന്ന ആൾക്കാരുടെ ടീംസാണ്. അവർക്ക് എന്തോന്ന് ക്ഷമയെന്ന് പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം പോലും അവർക്ക് അറിയത്തില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഡോക്ടർ ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ നിന്നും വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റി കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഡോക്ടർക്കെതിരെ പലവിധ ആരോപണങ്ങൾ പല യൂട്യൂബേഴ്സും പല സോഷ്യൽ മീഡിയ പ്രസിദ്ധരും ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഉന്നയിച്ചവരെല്ലാം തന്നെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, തെറ്റിദ്ധാരണയുടെ പുറത്ത് ഡോക്ടർക്കെതിരെ ഓരോ ആരോപണങ്ങൾ പടച്ചുവിട്ടതാണ് എന്നുള്ള വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. അവരെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചത്. അവർ എന്നോട് അങ്ങനെ എല്ലാം ചെയ്തതിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ ഞാൻ അതൊന്നും മറക്കില്ല എന്നുള്ളതാണ്. അവരിനി എന്നോട് സോറിയോ ക്ഷമാപണമോ ഒന്ന് പറഞ്ഞു വന്നാൽ പോലും ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ അവരെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. സോറി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ നാളെ മറ്റൊരു കാര്യം മാറ്റി പറയുന്ന ആൾക്കാരാണ് അവരൊക്കെ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ അവരൊക്കെ എന്ന് ഡോക്ടർ ഉദ്ദേശിക്കുന്ന ആരെയൊക്കെയാണെന്ന് നമുക്കറിയാം. ചാലു പെയ്യാറിനെ പോലെ, അല്ലെങ്കിൽ ആരവിനെ പോലെ, അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനെ പോലെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പലവിധ ആരോപണങ്ങൾ ഡോക്ടർക്കെതിരെ ആരോപിച്ചവരെ തന്നെയായിരിക്കണം ഡോക്ടർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറെ അധികം ആൾക്കാർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ചതിച്ചിട്ടുണ്ട്, സൗഹൃദങ്ങൾ നടിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയൊക്കെ സൗഹൃദം നടിച്ച് ഡോക്ടറെ പറ്റിക്കാൻ മാത്രം വിഡ്ഢിയായിരുന്നോ ഡോക്ടർ റോബിൻ എന്ന് ചോദിക്കുമ്പോഴുള്ള ഡോക്ടറുടെ പ്രതികരണം നമുക്ക് കാണാം. ബ്രോ, എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതലേ ഞാൻ എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ ഈ വിശ്വസിക്കുന്ന സമയത്തിന് കുട്ടിക്കാലം മുതലേ കുറേ നല്ല ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു മോസ്റ്റ്ലി എൻ്റെ കാര്യങ്ങളെല്ലാം. ഞാൻ അങ്ങനെ അധികം പേരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും കൂട്ടുകൊടുത്തില്ല. പിന്നെ കള്ളുപിടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്തില്ല, പാർട്ടിക്ക് പോകത്തില്ല. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എൻ്റെ. ആ ഒരു ഒറ്റ ഫ്രണ്ടേ ഉള്ളൂ, ഡോക്ടർ വൈശാഖ്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ തമ്മിൽ എനിക്ക് 10-12 വർഷം. റോബിൻ പറയുന്നത് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു സ്വഭാവക്കാരനാണ് താൻ. വളരെ വർഷങ്ങളായി തനിക്കുള്ള ഒരേ ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്ന ഡോക്ടർ വൈശാഖ് മാത്രമാണ്. ദുശീലങ്ങളോ പാർട്ടികളിലോ ഒന്നും പങ്കെടുക്കാത്ത തനിക്ക് പൊതുവെ സുഹൃത്തുക്കൾ കുറവാണ്. ആ സമയത്ത് കരിയറിന്റെ നല്ല സമയത്ത് കുറെ ആൾക്കാർ സൗഹൃദം നടിച്ചു കൂടെ വന്നപ്പോൾ മേ ബി ഡോക്ടർ വിശ്വസിച്ചു പോയതായിരിക്കാം. അതിനകത്ത് ഇപ്പോൾ ഉറപ്പായിട്ടും ഡോക്ടർ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നതും ഉണ്ടാകാം. എല്ലാവരെയും വിശ്വസിച്ചു പോകുന്നത് കൊണ്ട് മാത്രം അവരെയും വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിച്ചു പോയതുകൊണ്ട് ഡോക്ടർ അവരാൽ പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവരെ കൊണ്ട് പറ്റിക്കപ്പെട്ടതുപോലെ തന്നെ റോബിൻ അവരെ കുറിച്ച് മോശം പറഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ച് റോബിൻ പറയുന്നത്, ഞാൻ അങ്ങനെ മോശമായി അവരെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായ കാരണം അവരുടെ പ്രവൃത്തികൾ തന്നെയാണ്. എന്നോട് ഇങ്ങോട്ട് മോശമായി പ്രവർത്തിച്ചാൽ ഞാൻ തിരിച്ചും മോശമായി തന്നെ പ്രവർത്തിക്കും. എനിക്കിട്ട് ഇങ്ങോട്ട് ഒരു പണി തന്നാൽ ഞാൻ തിരിച്ചും പണിയും എന്ന് തന്നെയാണ് പല ഇന്റർവ്യൂകളിലും ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം തനിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞ പല ആരോപണങ്ങളും കള്ളമായിരുന്നു എന്ന് തനിക്ക് അന്ന് തന്നെ തെളിയിക്കാമായിരുന്നു. അങ്ങനെ തെളിയിക്കാൻ മാത്രമുള്ള രേഖകളോ പ്രൂഫുകളോ വോയിസ് നോട്ടുകളോ ഒന്നും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ശീലം തനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യങ്ങളെല്ലാം പുറത്തു വരാൻ ഇത്രയധികം കാലതാമസം എടുത്തത് എന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരതിപ്പൊടി ആൻഡ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻസ് ബ്രേക്കപ്പ്, അതിനെക്കുറിച്ച് റോബിൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവളുടെ കാര്യത്തിലുണ്ട്. എൻ്റെ കാര്യത്തിലുള്ള ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ അത് അവള് നന്ദികേട് കാണിച്ചു, അവൾ ഇത്രയും നിന്നിട്ട് അവനെ വേണ്ടാന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടത് എന്നുള്ളത് ആരും അവിടെ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. റോബിൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആരതിപ്പൊടിയും ഡോക്ടർ റോബിനും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും. പല റൂമേഴ്സും ഗോസിപ്പുകളും കേൾക്കുന്ന പോലെ ആരതിപ്പൊടിയുമായിട്ടൊരു ബ്രേക്കപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ റോബിൻ കൺഫേം ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാകുന്നത് പോലെ പല രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. റോബിൻ തെറ്റ് ചെയ്താൽ ആരതിപ്പൊടി ശകാരിക്കാറുണ്ട്, തിരിച്ച് റോബിനും ആരതിപ്പൊടിനെ ശകാരിക്കാറുണ്ട്. അതെല്ലാം എല്ലാ കപ്പിൾസിന്റെയും അല്ലെങ്കിൽ ദമ്പതിമാരുടെയും അല്ലെങ്കിൽ ലവേഴ്സിന്റെയും ഇടയിൽ ഉണ്ടാവുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വഴക്കുണ്ടാവുമ്പോൾ അതിനെ മുതലെടുത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഡോക്ടർ റോബിൻ ഭയങ്കര അരഗന്റ് ആണ്, അല്ലെങ്കിൽ മോശക്കാരനാണ്, എത്രയും പെട്ടെന്ന് ആരതിപ്പൊടി രക്ഷപ്പെട്ടോളൂ എന്നുള്ള രീതിയിൽ ആരതിപ്പൊടിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് പ്രശ്നം.
എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. തുടക്ക സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അവർ ആരൊക്കെയാണെന്നും ഡോക്ടർ റോബിൻ അറിയാമായിരുന്നു. പക്ഷെ ആരതിപ്പൊടിക്ക് അതെല്ലാം മനസ്സിലാക്കി വരാനും അല്ലെങ്കിൽ തിരിച്ചറിയാനും കുറെ സമയം എടുത്തു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇനി ഇത്രയും നാളുകൾക്ക് ശേഷം ഇത്രയധികം ആരോപണങ്ങളും ഇത്രയധികം ഡീഗ്രേഡിംഗും നടന്നിട്ടും ആരതിപ്പൊടി തന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആരതിപ്പൊടിയും ഞാനുമായിട്ടുള്ള കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും. അതിന്റെ ഡേറ്റ് എല്ലാം കാത്തിരിക്കുന്ന ആരാധകർക്ക് വേണ്ടി ഉടനെ തന്നെ അനൗൺസ് ചെയ്യും എന്നും ഡോക്ടർ റോബിൻ കൺഫേം ചെയ്യുന്നുണ്ട്. ഒരിടയ്ക്ക് നമ്മളെല്ലാം കേട്ടതാണ് ആരതിപ്പൊടി ഡോക്ടർ റോബിനുമായി നിന്നിട്ടുള്ള കുറെ ഫോട്ടോസുകൾ ഡിലീറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ അവർ ബ്രേക്കപ്പ് ആകാൻ പോവുകയാണെന്നൊക്കെ. അതിനെക്കുറിച്ചും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. ഒരാൾക്ക് അവരുടെ പ്രൊഫൈലിൽ കിടക്കുന്ന ഫോട്ടോകൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായിട്ടും ഉണ്ട്. ചിലപ്പോൾ ആരതിപ്പൊടിക്ക് ആ ഫോട്ടോകൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, അതുകൊണ്ട് റിമൂവ് ചെയ്തതായിരിക്കാം. അല്ലാതെ അത് വെച്ച് ഞങ്ങൾ ബ്രേക്കപ്പ് ആകാൻ പോവുകയാണെന്നുള്ള റൂമേഴ്സ് ഒക്കെ പരത്തുന്നവരോട് എന്ത് പറയാൻ പറ്റും എന്നാണ് റോബിൻ ചോദിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസണുകളിൽ നിന്ന് ഏറ്റവും അധികം ജനശ്രദ്ധ പിടിച്ചുപറ്റി പുറത്തിറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അങ്ങനെ കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് റോബിനെതിരെ വന്ന ഡീഗ്രേഡിങ്ങും ആരോപണങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. 1 വർഷമോ 2 വർഷങ്ങൾക്കോ ശേഷമാണ് ഇങ്ങനെ വന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ്, തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഉണ്ടായിപ്പോയതാണെന്ന് പല ആൾക്കാരും വന്ന് വെളിപ്പെടുത്തുന്നത്. താൻ ചെയ്യാത്ത തെറ്റിന് കുറെ അധികം ഡീഗ്രേഡിംഗ് അനുഭവിച്ച് അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് പിന്നെയും മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോബിനെ തേടിയെത്തിയ സിനിമകളും റോബിനെ തേടിയെത്തിയ പല പ്രൊജക്ടുകളും ഈ ഡീഗ്രേഡിങ്ങും ഇങ്ങനെ നിലയില്ലാത്ത അല്ലെങ്കിൽ വിലയില്ലാത്ത കുറെ ആരോപണങ്ങൾ കാരണവും മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് താൻ അനൗൺസ് ചെയ്ത രാവണ യുദ്ധം പോലെയുള്ള സിനിമകൾ ചെയ്യണമെന്നും മുമ്പോട്ട് ഇനിയും വരണമെന്നും ബിഗ് ബോസ് ഫെയിം എന്ന ആ ലെവലിൽ നിന്ന് മാറി അതിന്റെ അടുത്ത സ്റ്റെപ്പായ മൂവിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നല്ല പ്രൊജക്ടുകളോ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. പല ഇനാഗ്രേഷൻ വേദികളിലും പോയി അലറുന്നതും അല്ലെങ്കിൽ ലൗഡായിട്ട് സംസാരിക്കുന്നതും റോബിന്റെ ഫെയിമിനെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. താനായിട്ട് നിന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ആക്ഷന്റെ റിയാക്ഷനായി താൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള മറുപടിയും ആ രീതിയിലുള്ള ഒച്ചയുയർത്തിയുള്ള സംസാരവും എല്ലാം കൊടുത്തത് കൊണ്ടാണ് തനിക്ക് ഇത്രയധികം ഡീഗ്രേഡിങ് നേരിടേണ്ടി വന്നത്. ഒരു നല്ലവനായ ഉണ്ണിയായി നിന്നിരുന്നെങ്കിൽ എല്ലാവരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഒരു കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത നല്ലൊരു മനുഷ്യനായി അഭിനയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും തന്നെ എല്ലാവരും സ്നേഹിച്ചേനെ, അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രയധികം ഡീഗ്രേഡിംഗ് ഒന്നും ഇല്ലാതെ ഫെയിം ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റിയേനെ എന്നാണ് റോബിൻ പറയുന്നത്. റോബിന്റെ വാദങ്ങളെല്ലാം ശരിയാണെങ്കിൽ, റോബിനെതിരെ കുറെ ആൾക്കാർ നടത്തിയ ആരോപണങ്ങളെല്ലാം കള്ളമാണ് എന്നുണ്ടെങ്കിൽ റോബിന്റെ ആഗ്രഹങ്ങൾ പോലെ പ്രൊജക്ടുകളെല്ലാം ഓൺ ആവട്ടെ, അല്ലെങ്കിൽ റോബിൻ പിന്നിട്ട് വന്ന വഴികളിലൂടെ റോബിന് കിട്ടിയ ജനശ്രദ്ധയും സ്നേഹവും എല്ലാം തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം, അല്ലെ? ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളും എന്റെ മാത്രം അഭിപ്രായങ്ങളുമാണ്. ഡോക്ടർ റോബിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ. താങ്ക് യു.